വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂ ഡേറ്റഡ് 8th നവംബർ. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 10th നവംബർ മുതൽ 14th നവംബർ വരെയുള്ള വീക്കാണ്. കഴിഞ്ഞ ആഴ്ചയും ഒരു കൺസോളിഡേഷൻ തന്നെയാണ് മാർക്കറ്റിൽ കണ്ടത്. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടാണ്. വീക്ക്ലി ചാർട്ടിൽ നിഫ്റ്റി 229 പോയിൻറ്റ്സ് കഴിഞ്ഞ വീക്കിൽ ലോസോടുകൂടി 25,492 ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാലും രണ്ടാഴ്ചയായിട്ടും മാർക്കറ്റിൻ്റെ ഒരു കൺസോളിഡേഷൻ തുടരുകയാണ്. അതുപോലെ സെൻസെക്സിൻ്റെ ചാർട്ടിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം സെൻസെക്സ് ഒരു 722 പോയിൻറ്റ്സ് കൂടെ താഴ്ന്ന് 83,216 ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് പക്ഷേ 17 പോയിൻറ്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 59,843. അതേസമയം നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 100 ഇൻഡെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 304 പോയിൻറ്റ്സ് താഴ്ന്ന് 18,075. അതുപോലെ ഞങ്ങളുടെ ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സിൻ്റെ ക്ലയൻസിനോട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉള്ളത്, എല്ലാവരും ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. മാക്സിമം വാട്സപ്പിലൂടെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്യാറുണ്ട്. നമ്മൾ റെക്കമെൻഡേഷൻസ് വാട്സപ്പിലൂടെയൊക്കെ നൽകാറുണ്ട്. പക്ഷേ ഇനി ഇപ്പോൾ കഴിഞ്ഞ മാസം മുതൽ വാട്സപ്പ് ഗ്രൂപ്പ് മെസ്സേജുകൾക്ക് കുറേയധികം റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ള റെക്കമെൻഡേഷൻസ് നമ്മളിവിടുന്ന് സെൻഡ് ചെയ്താലും ഒരുപക്ഷെ റിസീവ് ചെയ്യാൻ ക്ലയൻസിന് പലപ്പോൾ കുറേയധികം ഡിലേ ഉണ്ടാകാം, അല്ലെങ്കിൽ മിസ്സാവുകയൊക്കെ ചെയ്യാം. അതുകൊണ്ട് എല്ലാവരും ഞങ്ങളുടെ ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സിൻ്റെ ആപ്ലിക്കേഷൻ 2015 മുതൽ ഞങ്ങൾക്കുള്ളൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. പക്ഷെ എല്ലാവരും വാട്സപ്പിലാണ് കൂടുതൽ യൂസ്ഡ് ആയിരുന്നുകൊണ്ട് ഞങ്ങൾ അതിലൂടെ തന്നെയാണ് നൽകിയിരുന്നത് പല റെക്കമെൻഡേഷൻസും. പക്ഷേ ഇനി കൂടുതലും എല്ലാവരും നിർബന്ധമായിട്ടും ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനായിട്ട് പഠിക്കുക. കാരണം ഈ കഴിഞ്ഞ മാസത്തെ റെസ്ട്രിക്ഷനോടുകൂടി വാട്സപ്പിൽ അയക്കുന്ന റെക്കമെൻഡേഷൻസ് എല്ലാവർക്കും ലഭിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഞങ്ങളുടെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു രീതിയാണ്. ഞാനിപ്പോൾ ഉള്ളത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ബേസിക്കായിട്ടുള്ളൊരു കാര്യം ഞാനിപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യാം. നമ്മളിപ്പോൾ കാണുന്നത് ഞങ്ങളുടെ റെക്കമെൻഡേഷൻസ് എന്നുള്ള ഷീറ്റാണ്. ഞങ്ങളുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്നത് ഈ ഷീറ്റാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം ആ റെക്കമെൻഡേഷൻസ് എന്നുള്ളതിൽ നമുക്ക് ഇപ്പോൾ ഇതിൽ റെക്കമെൻഡേഷൻ വരികയാണെങ്കിൽ, ഇപ്പോൾ റെക്കമെൻഡേഷൻ സ്വിംഗ് ഡെലിവറി ആണെങ്കിൽ അതായിരിക്കും ഹെഡിങ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൽ നിങ്ങൾ കാണുന്നത് ദിവാലി പിക്ക് 4 സജിലിറ്റിയുടെ റെക്കമെൻഡേഷനാണ്. ബൈ ബിലോ 50 എന്നുള്ളതും ടാർഗറ്റ് 70 എന്നുള്ളതാണ് അതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. മറ്റ് സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് തൊട്ട് താഴെയുണ്ട്. അതിന് താഴെ വ്യൂ റിപ്പോർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റോക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് റിപ്പോർട്ട് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിൽ തന്നെ കാണാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ വളരെ കൺവീനിയൻ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നൊരു ആപ്ലിക്കേഷൻ. ഞങ്ങൾ വളരെയധികം ഇൻവെസ്റ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത ഒരു ആപ്ലിക്കേഷനാണ്. അത് ഉപയോഗിക്കുക എന്നുള്ളത് ഒരു ഹാബിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ പഴയ റെക്കമെൻഡേഷൻസൊക്കെ അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നതിനും അതിൻ്റെ റെക്കമെൻഡേഷൻസിൻ്റെ ടാർഗറ്റോ അല്ലെങ്കിൽ എൻട്രി റേറ്റൊക്കെ വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യണമെങ്കിലൊക്കെ ഇത് വളരെ സൗകര്യമായിട്ടുള്ള രീതിയിലാണ്. കാരണം വാട്സപ്പിലൊക്കെ കുറേയധികം മെസ്സേജുകൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ട്രാക്ക് ചെയ്യുക എന്നുള്ളത് എളുപ്പമായിരിക്കില്ല അല്ലേ, പക്ഷേ ആപ്പിൽ വളരെ ഈസി ആയിരിക്കും. അതുപോലെ ഞങ്ങളുടെ ഇപ്പോൾ കാണുന്നത് അതിൻ്റെ ആ ആപ്ലിക്കേഷനിൽ തന്നെ പെർഫോമൻസ് എന്നുള്ള ഷീറ്റിൽ പോവുകയാണെങ്കിൽ ഓരോ റെക്കമെൻഡേഷൻസും ടാർഗറ്റ് അച്ചീവ് ചെയ്തിരിക്കുന്ന റെക്കമെൻഡേഷൻസിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഞങ്ങൾ എല്ലാ വീക്കിലി ഈ സാറ്റർഡേ പബ്ലിഷ് ചെയ്യുന്ന വീക്കിലി വീഡിയോസും ആപ്പിലൂടെയും ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ വീഡിയോ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഞങ്ങളിത് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്തതിന് ശേഷം അയക്കാറുണ്ട്. പക്ഷേ ഇനിയിത് വാട്സപ്പിൽ അയക്കുമ്പോൾ, കൂടുതൽ ഗ്രൂപ്പുകളിൽ അയക്കുമ്പോൾ അതിനും കുറേയധികം റെസ്ട്രിക്ഷൻസ് വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം നിങ്ങൾ ആപ്ലിക്കേഷൻ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫീഡ്സ് എന്നുള്ള ആ സെഗ്മെൻറ്റിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ മുതൽ ഇങ്ങനെ കഴിഞ്ഞ വീക്കുകളിലൊക്കെ വീഡിയോകൾ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വീഡിയോയും ഇതിലൂടെ കാണാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് വാട്സപ്പിലൂടെ ഇപ്പോൾ വീഡിയോ വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പിലൂടെ പോയി ഇങ്ങോട്ട് നോക്കാനായിട്ട് ശ്രമിക്കണം. കാരണം
വാട്സപ്പിലൂടെ അയക്കുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ലാതായി വരികയാണ്. എസ്പെഷ്യലി നമുക്ക് ഇത്രയധികം ക്ലയൻസ് ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും ഈ ഗ്രൂപ്പുകളിലൂടെ അയക്കുമ്പോൾ അതിൻ്റെ റെസ്ട്രിക്ഷൻസ് കാരണം ഒരു ദിവസത്തെ നമ്പർ ഓഫ് മെസ്സേജൊക്കെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു ദിവസം നമുക്ക് ഇത്രയധികം പേർക്ക് അയക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ ഇത് ഒരു റെസ്ട്രിക്ഷനേ അല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ജസ്റ്റ് ആപ്പ് ഉപയോഗിക്കാനായിട്ട് ഇനീഷ്യലി ഉള്ള ഒരു മൈൻഡ് ബ്ലോക്ക് മാത്രമാണ്. ഇത് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വാട്സപ്പിനേക്കാളും വളരെ നല്ലത് ഇതാണ്. കാരണം നിങ്ങൾക്കൊരിക്കലും സെർച്ച് ചെയ്ത് കുറേ സമയമൊന്നും പോവില്ല. റെക്കമെൻഡേഷൻസ് ഏതൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനൊക്കെ വളരെ ഈസി ആയിട്ട് സാധിക്കുന്ന രീതിയിലാണ് ഞങ്ങളിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തിൽ ഞാൻ ഈ വീഡിയോൻ്റെ മുമ്പ് തന്നെ വളരെ നമ്മുടെ ഹാർട്ട് ടച്ചിങ് എന്ന് പറയുന്ന രീതിയിലുണ്ടായൊരു കഴിഞ്ഞ ആഴ്ച ഉണ്ടായൊരു കാര്യമാണ് ഞാൻ ഇപ്പോൾ ഒന്ന് എല്ലാവരുടെയും മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഒരു കാര്യം സംസാരിക്കുന്നത്. ഒരു ശ്രീകുമാർ PR എന്നുള്ള ഒരു കുട്ടി കഴിഞ്ഞ ദിവസം വന്ന CA ഫൈനലിൻ്റെ എക്സാമിൽ പാസ്സായ അദ്ദേഹം ക്വാളിഫൈ ചെയ്യുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് പുത്തഞ്ചിറ എന്ന് പറയുന്ന തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ വീട് വരുന്നത്. പക്ഷേ ഈ കുട്ടി ആക്ച്വലി നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു സിവിയറായിട്ടുള്ള ലോക്കോമോട്ടർ ഡിസബിലിറ്റി എന്നുള്ള ഒരു ഡിസബിലിറ്റി ഉള്ള കുട്ടിയാണ്. അദ്ദേഹത്തിന് പുസ്തകം പോലും കൈകൊണ്ട് നിർത്തിപ്പിടിക്കാൻ സാധിക്കില്ല. അത്രയും ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിയാണ്. അദ്ദേഹത്തിന് ഫാമിലിയിൽ മദർ ബുക്സ് സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ ഇട്ട് കൊടുക്കുന്നത് വായിച്ചിട്ടാണ് അദ്ദേഹം ഇവിടം വരെ വന്നത്. അങ്ങനെ കഴിഞ്ഞ ദിവസത്തിൽ CA ക്വാളിഫൈ ചെയ്യുകയും ചെയ്തത്. അപ്പോൾ എത്രയധികം എഫർട്ട് അദ്ദേഹം അതിനുവേണ്ടി ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമ്മൾ ലൈഫിൽ പലപ്പോഴും പല പ്രശ്നങ്ങളിൽ നേരിടുമ്പോൾ നമ്മൾ മനസ്സ് മടുക്കാറുണ്ടല്ലേ. പക്ഷെ അത് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് എത്രയധികം ബുദ്ധിമുട്ടുകൾക്കിടയിലും ഇതിൻ്റെ ഒരു ഡിറ്റർമിനേഷനാണ് ജീവിതത്തിൽ ഇങ്ങനൊരു കാര്യം ചെയ്യണമെന്നുള്ള ഒരു ഡിറ്റർമിനേഷനാണ് അദ്ദേഹത്തിന് അവിടെ എത്തിച്ചിരിക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കുകയുണ്ടായി. എന്തായാലും ശ്രീകുമാറിന് എല്ലാവിധ അഭിനന്ദനങ്ങൾ അതോടൊപ്പം തന്നെ ഭാവങ്ങളും നമുക്കെല്ലാവർക്കും നേരം. ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തൃശ്ശൂർ ചാപ്റ്ററിൻ്റെ ചെയർമാൻ CA സാൻജോ അതുപോലെ തന്നെ CA വർഗീസൊക്കെ ആ കുട്ടിയുടെ അടുത്ത് പോയ ചിത്രം, മറ്റു സീനിയർ ചാർട്ടേഡ് അക്കൗണ്ടൻസും പോയ ചിത്രങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും ഇതൊരു എന്താ പറയുക, നമുക്ക് CA എന്ന് പറയുന്ന ഒരു കോഴ്സ് തന്നെ സാധാരണ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റ് തന്നെ വളരെ സ്ട്രഗിൾ ചെയ്ത് കുറേ കാലം എഴുതി അത്രയും കഷ്ടപ്പെട്ടിട്ട് പാസ്സാകുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ ഇത്രയും ഡിസബിലിറ്റി ഉണ്ടായിട്ടും ശ്രീകുമാറിന് അത് എഴുതി പാസ്സാവാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് ചെയ്യാൻ സാധിക്കാതെ നിൽക്കുന്നവരുടെ മുമ്പിൽ കൃത്യമായിട്ടുള്ള ഒരു പാഠമാണ് ശ്രീകുമാർ ഈ വിജയത്തിലൂടെ നൽകുന്നത്. എന്തായാലും ശ്രീകുമാറിന് നമ്മൾ ട്രിപ്പിൾ പ്രോഫിറ്റ് അനലറ്റിക്സിൻ്റെ പേരിലും നമ്മളൊരു പ്രോത്സാഹനമായിട്ട് കുറച്ച് സമ്മാനങ്ങളൊക്കെ നൽകുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഇപ്പം മാർക്കറ്റിൻ്റെ ഒരു കൺസോളിഡേഷൻ പീരീഡിലൂടെയാണല്ലോ മാർക്കറ്റ് കടന്നു പോകുന്നത്. അപ്പോൾ പലർക്കും മാർക്കറ്റിൽ കുറച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള പീരീഡിൽ പലപ്പോഴും പലരും ബാങ്കിലുള്ള ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അതുപോലെ റിട്ടേൺ കിട്ടിയിരുന്നതിനോട്ട് കമ്പയർ ചെയ്ത് ഇവിടെ എത്രയും റിട്ടേൺ പോലും കിട്ടുന്നില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ പലപ്പോഴും ചിന്തിച്ച് വറീഡ് ആകാറുണ്ട് അല്ലേ ഇങ്ങനത്തെ പീരീഡിൽ. പക്ഷേ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ ആസ് സച്ച് നമ്മൾ കാണുമ്പോൾ ഒരു 5 വർഷത്തെ പീരീഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ആ 5 വർഷത്തെ പീരീഡിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനോടുള്ള വലിയ റിട്ടേൺ ആയിരിക്കും ലഭിക്കുന്നത്. പക്ഷേ ഒരു പർട്ടിക്കുലർ ഇയറിനെ മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ കുറവായിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് റിട്ടേൺ ഉള്ള വർഷങ്ങൾ പോലും ഉണ്ടാകും. പക്ഷേ നമ്മളവിടെ കൺസിസ്റ്റൻ്റായിട്ട് നിൽക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ സമയത്ത് നമ്മൾ മാർക്കറ്റിൻ്റെ ഒരു കറക്ഷൻ്റെ അല്ലെങ്കിൽ ഒരു കൺസോളിഡേഷൻ്റെയൊക്കെ പീരീഡിൽ പല രീതിയിലുള്ള മെസ്സേജുകൾ നമ്മൾ കാണേണ്ടി വരും. പല രീതിയിലുള്ള ഒരുപക്ഷെ വളരെ അടുത്ത പലരും നമ്മൾ അഡ്വൈസ് ചെയ്യുകയും ചെയ്യും, നമുക്ക് മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യണം അല്ലെങ്കിൽ വലിയ നഷ്ടങ്ങൾ വരും എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നമ്മൾ 2030 അല്ലെങ്കിൽ 2035 ഉള്ള മാർക്കറ്റിൻ്റെ
ആ ഒരു മൂവ്മെൻറ്റിനെ കുറിച്ചും ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറിനെ കുറിച്ചും ഒക്കെ ഉള്ളൊരു നമുക്ക് ആ ഒരു കൺവിക്ഷനോട് കൂടി അവിടെ നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റ് അതിൻ്റെ ഈ 80,000 ലെവൽ വരെയുള്ള സെൻസെക്സിൻ്റെ ജേണിയൊക്കെ ഇത്രയും വർഷത്തിന് ഉള്ളിൽ 2000 മുതൽ 2025 വരെയുള്ള ജേണിയിലൊക്കെ പല കറക്ഷൻസിലൂടെ അല്ലെങ്കിൽ കൺസോളിഡേഷനിലൂടെയൊക്കെ കടന്നു പോവുകയും ആ പീരീഡിൽ ഇവിടെ നിലനിൽക്കുകയും ചെയ്തു. ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ടാവും. ചില സ്റ്റോക്കുകളൊക്കെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളത് അത് മറ്റൊരു കാര്യം. അതേസമയം സ്റ്റോക്കുകൾ ചിലത് ഇറങ്ങി എന്നുള്ളതിൻ്റെ പേരിൽ എക്സിറ്റ് ചെയ്യുകയോ പേടിച്ചോടുകയോ ചെയ്യാതിരിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ റിട്ടേൺസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ. കാരണം മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് അതുപോലെ തന്നെ നമുക്ക് തിരിച്ചു വരാനായിട്ട് നമുക്ക് പലപ്പോഴും സാധിക്കണമെന്നില്ല. അതുപോലെ പലരുടെയും ഇപ്പോഴത്തെ ഒരു കൺസേൺ ആയിരിക്കുക എന്തുകൊണ്ടാണ് നിഫ്റ്റി ഇത്രയും ഹയർ ലെവലിൽ എത്തിയിട്ടും സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ അല്ലെങ്കിൽ മിഡ് ക്യാപ് സ്റ്റോക്കുകൾ നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ളതും എന്തുകൊണ്ടാണ് പെർഫോം ചെയ്യാത്തത് എന്നുള്ളതല്ലേ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കാണുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മിഡ് ക്യാപ്സിലും അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പുകളിലൊക്കെ കഴിഞ്ഞ 1-2 വർഷം കൊണ്ട് വലിയൊരു റാലി നടന്നതിന് ശേഷം പല സ്റ്റോക്കുകളും മോർ ദാൻ 70% 80% ഒക്കെ റാലി നടത്തിയതിന് ശേഷം ഇപ്പോൾ കുറച്ചൊരു ഓവർ വാല്യുവേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ടൈറ്റ് ലിക്വിഡിറ്റിയാണ്. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോസ് വളരെ കുറവാണ് ഈ സെക്ടറിലേക്ക് പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ സെഗ്മെൻറ്റിലേക്കുള്ള ഏണിങ്സ് കമ്പനികളുടെ ഏണിങ്സ് നന്നായി വരാൻ തുടങ്ങുകയും അതിനുശേഷം അതുപോലെ തന്നെ ഈ സെക്ടറിലേക്ക് കുറച്ചുകൂടെ ലിക്വിഡിറ്റി വന്ന് കൂടുതൽ ഇൻഫ്ലോസ് വരാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ഇവിടെയും പെർഫോമൻസ് വരാൻ തുടങ്ങും. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും നമ്മൾ ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ പെർഫോം ചെയ്തതിന് ശേഷം ഒരു ചെറിയൊരു ലാഗ് ഉണ്ടായിരിക്കും സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ പെർഫോം ചെയ്യാനായിട്ട്. ആ ഒരു ഡൈവർജൻസ് എപ്പോഴും മാർക്കറ്റിൽ പ്രതീക്ഷിക്കണം. അപ്പോൾ ആദ്യം ലാർജ് ക്യാപ് സ്റ്റോക്കുകളായിരിക്കും മുന്നേറുന്നത്. അതിന് തൊട്ട് പുറകിൽ സ്മോൾ ക്യാപ്പുകളും പെർഫോം ചെയ്ത് തുടങ്ങും. അങ്ങനെ പെർഫോം ചെയ്ത് തുടങ്ങുമ്പോൾ പല സ്മോൾ ക്യാപ് സ്റ്റോക്കുകളും ഒക്കെ 30% അല്ലെങ്കിൽ 40% ഒക്കെ റിക്കവർ ചെയ്യാൻ കുറച്ച് ദിവസങ്ങൾ മാത്രം മതി. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ സ്റ്റോക്കുകൾ കുറച്ച് കറക്റ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ വല്ലാതെ പാനിക് ആകേണ്ട കാര്യമില്ല. ഞാൻ പലപ്പോഴും മിഡ് ക്യാപ് സ്റ്റോക്കുകൾ അല്ലെങ്കിൽ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളൊക്കെ 50% ഒരു സിംഗിൾ വീക്കിൽ തിരിച്ച് കയറി പോകുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ആ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് മാർക്കറ്റ് വരും. അതുപോലെ ഞാൻ വളരെ മുമ്പ് മുതൽ ട്രാക്ക് ചെയ്യുന്നൊരു സ്റ്റോക്കായിരുന്നു തങ്കമയിൽ ജ്വല്ലറി എന്നുള്ള ഒരു തമിഴ്നാട് ബേസ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. കുറച്ച് ജ്വല്ലറികൾ മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ കമ്പനി ഞാൻ 2011 ട്രാക്ക് ചെയ്യുന്ന ആ സമയത്ത് എസ്പെഷ്യലി ആ സ്റ്റോക്ക് ഒരു 60 ലെവലിലൊക്കെ ആയിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സ്റ്റോക്ക് ലിസ്റ്റഡ് സ്റ്റോക്കായിട്ടുള്ള ജ്വല്ലറികൾ നോക്കുമ്പോൾ നമ്മൾ ടൈറ്റാനിൻ്റെ വലിയൊരു റിട്ടേൺ നൽകിയതിന് ശേഷം ഏതെങ്കിലും രജിസ്റ്റേർഡ് ആയിട്ടുള്ള ജ്വല്ലറികളിൽ ഏതെങ്കിലും ഒരു റിട്ടേൺ ലഭിക്കാവുന്ന സ്റ്റോക്കുകളുണ്ടോ എന്നുള്ളത് നോക്കുന്ന സമയത്താണ് ഈ തങ്കമയിൽ ജ്വല്ലറി എന്നുള്ള സ്റ്റോക്ക് നമ്മൾ അങ്ങനെ നമ്മുടെ ലിസ്റ്റിലേക്ക് വരുന്നത്. പക്ഷേ നമ്മൾ പിന്നീട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചു, നമ്മൾ പിന്നീട് ലിസ്റ്റ് ചെയ്ത കല്യാൺ ജ്വല്ലറിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഹ്യൂജ് പ്രോഫിറ്റ് നേടിയ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിക്കുകയുണ്ടായല്ലോ. അപ്പോൾ ഈ തങ്കമയിൽ ജ്വല്ലറി എന്നുള്ള സ്റ്റോക്ക് കഴിഞ്ഞ ഒരു വീക്കിൽ മാത്രം മോർ ദാൻ 50% അധികമൊക്കെ റാലി ചെയ്ത് ഈ സ്റ്റോക്ക് കഴിഞ്ഞ ആഴ്ചയിൽ 3218 ലെവലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റോക്ക് വലിയൊരു പെർഫോമൻസിലൂടെയാണ് കഴിഞ്ഞ 2011 മുതൽ 2025 വരെയുള്ള പീരീഡിൽ കടന്നു പോയിരിക്കുന്നത്. എന്തായാലും സ്റ്റോക്ക് കഴിഞ്ഞ ദിവസത്തിലൊരു വളരെ നല്ല രീതിയിലുള്ള നെറ്റ് പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്പനി 58.5 crores നെറ്റ് പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ എബിറ്റ 106 crore വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഈ 7 crore നെഗറ്റീവ് ആയിരുന്ന എബിറ്റയ്ക്ക് പകരമാണ് 106 crore നെറ്റ് പ്രോഫിറ്റിലേക്ക് കമ്പനി വന്നിട്ടുള്ളത്. എന്തായാലും കമ്പനിയുടെ കഴിഞ്ഞ ക്വാർട്ടറിൻ്റെ നെറ്റ് റവന്യൂ 1710 വന്നിട്ടുണ്ട്. എന്തായാലും വളരെ നല്ലൊരു റിസൾട്ട് ഡിക്ലെയർ ചെയ്തുകൊണ്ടാണ് ഈ കമ്പനി ഇപ്പോൾ റാലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ ഈ തങ്കമയിൽ നിന്നുള്ള ജ്വല്ലറിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനല്ല പറയുന്നത്. പക്ഷേ ഇന്ത്യയിലെ ജ്വല്ലറി സെഗ്മെൻറ്റിലുള്ള ലിസ്റ്റഡ് കമ്പനി
കമ്പനികൾ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു എന്നുള്ളതും, ഈ കമ്പനി കഴിഞ്ഞ ആഴ്ചയിൽ ഒരു 50% അധികം റാലി ചെയ്തപ്പോൾ അതിൽ പ്രത്യേകിച്ച് മുമ്പ് ഇൻവെസ്റ്റ് ചെയ്യാൻ വലിയൊരു അവസരം ഉണ്ടായിട്ടും അത് ചെയ്യാതിരുന്നു എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ പക്ഷെ നമുക്ക് മാർക്കറ്റിൽ കുറേയധികം ഓപ്പർച്യൂണിറ്റീസ് ഇതുപോലെ മിസ്സാവുകയും ചെയ്യും. പക്ഷേ നമ്മൾ ഇതെല്ലാം ഒരു പാഠമായിട്ട് അടുത്തൊരു ഇതുപോലെയുള്ളൊരു ഓപ്പർച്യൂണിറ്റി വരും അതിന് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്തായാലും തങ്കമയിൽ ജ്വല്ലറി നല്ലൊരു ഇതുപോലെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മിസ് തന്നെയാണ് തീർച്ചയായിട്ടും. അതുപോലെ ഞാൻ കഴിഞ്ഞ വീക്കിൽ ഇതുപോലെയുള്ള മാർക്കറ്റിൻ്റെ ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിലൊക്കെ കഴിഞ്ഞ വീക്കിൽ കുറേയധികം കറക്ഷൻസ് നടന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ബേസിക്കലി ചെയ്യേണ്ടത് ഈ ഒന്നുകിൽ പ്രൊമോട്ടേഴ്സിൻ്റെ അവരുടെ ഹോൾഡിങ്ങിൻ്റെ വാല്യൂ അല്ലെങ്കിൽ മേജറായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെയൊക്കെ അവരുടെ പോർട്ട്ഫോളിയോൻ്റെ വാല്യൂ എടുത്ത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ രാകേഷ് ജുഞ്ചുമാല സാറിൻ്റെ പോർട്ട്ഫോളിയോ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടതാണ് ഫെഡറൽ ബാങ്കിൻ്റെ പോർട്ട്ഫോളിയോ അദ്ദേഹത്തിൻ്റെ 1393 ക്രോഡ്സിൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ ടൈറ്റാൻ എന്ന കമ്പനിയുടെ 17,791 ക്രോഡ്സിൻ്റെ ഉണ്ടായിരുന്നു. അതുപോലെ കാനറ ബാങ്ക് 1924 ക്രോഡ്സ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പക്ഷേ ഈ വീക്കിൽ വീണ്ടും നമ്മളത് എടുത്ത് നോക്കുമ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ പോർട്ട്ഫോളിയോയുടെ വാല്യൂ 1401.5 ക്രോഡ്സിലേക്കും ടൈറ്റാൻ്റേത് 17,829.6 ക്രോഡ്സിലേക്കും കാനറ ബാങ്കിൻ്റേത് 2010.4 ക്രോഡ്സിലേക്കും വന്നിരിക്കുന്നത് കാണാം. അതായത് അതിൻ്റെ പോർട്ട്ഫോളിയോ കൂടുകയാണ്. ഈ മൂന്ന് സ്റ്റോക്കിലും കൂടിയിരിക്കുകയാണ്. ഈ 3 സ്റ്റോക്ക് മാത്രമല്ല, കുറേയധികം സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ നമ്മൾ ചില ദിവസങ്ങളിൽ മാർക്കറ്റ് വലിയ കറക്ഷൻ നടക്കുന്ന സമയത്ത് ഇവരുടെ പോർട്ട്ഫോളിയോ താഴ്ന്നുണ്ടാവും. പക്ഷേ ഇവർ പലപ്പോഴും ഈ സ്റ്റോക്കുകൾ ആ സമയത്ത് വിറ്റ് ഒഴിഞ്ഞ് മാറുക എന്നല്ല, പോർട്ട്ഫോളിയോ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ കറക്ഷൻ പീരീഡിൽ വീണ്ടും സ്റ്റോക്കുകൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി ഞാൻ ഉദ്ദേശിക്കുന്നതും അത് നമ്മൾ ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ ഒരു കറക്ഷൻ സമയത്ത് ഒരു കമ്പനിയുടെ ഓണർ അല്ലെങ്കിൽ ഒരു പ്രൊമോട്ടർ സ്റ്റോക്കുകൾ വിറ്റൊഴിഞ്ഞ് ഓടി പോവുകയല്ല ചെയ്യുന്നത്. ഒന്നുകിൽ താഴെ വരുന്നു കുറച്ചുകൂടെ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ അടുത്തൊരു റാലിക്ക് മുമ്പ് വരുന്ന സമയത്ത് സ്റ്റോക്കുകൾ നല്ല റിട്ടേൺ കിട്ടുമെന്നുള്ള കോൺഫിഡൻസോടുകൂടി ഹോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രൊമോട്ടർ എന്താണ് ചെയ്യുന്നത്, ആ പ്രൊമോട്ടർ ഈ സ്റ്റോക്കിൽ ചിലപ്പോൾ 500 കോടി അല്ലെങ്കിൽ 1000 കോടിയൊക്കെ വർത്തുള്ള സ്റ്റോക്കായിരിക്കും ഹോൾഡ് ചെയ്യുന്നത്. നമ്മൾ ചിലപ്പോൾ 10 ലക്ഷം അല്ലെങ്കിൽ 15 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം ഒക്കെ ആയിരിക്കും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന വാല്യൂ ഇല്ല. അപ്പോൾ നമ്മൾ അതിനെ കണ്ടുകൊണ്ട് നമ്മൾക്ക് ഇത്രയേ റിസ്ക് ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് അധികം വറീഡ് ആകാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് പോർട്ട്ഫോളിയോ ഇടയ്ക്ക് മാർക്കറ്റിൻ്റെ ഒരു കറക്ഷൻ സമയത്ത് വീണ്ടും എടുത്ത് നോക്കി കൂടുതൽ ടെൻഷൻ അടിക്കാതെ പോർട്ട്ഫോളിയോ അതുപോലെ തന്നെ ഇൻഡാക്റ്റായിട്ട് ഹോൾഡ് ചെയ്യുക. പ്രോഫിറ്റിൽ വരുന്നത് വരെ ഞാൻ അതുപോലെ ഹോൾഡ് ചെയ്യുന്നുള്ളൊരു കോൺഫിഡൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആ അപ്രോച്ചാണ്, സ്ട്രാറ്റജിയാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യേണ്ടത്. Q2 റിസൾട്ട്സ് വന്നതിനെ തുടർന്ന് CCL പ്രോഡക്ട്സ് എന്നുള്ള കമ്പനി കഴിഞ്ഞ വീക്കിൽ വളരെ നല്ലൊരു മൂവ്മെൻ്റാണ് നമ്മൾ ചാർട്ടിൽ കണ്ടത്. കമ്പനി CCL പ്രോഡക്ട്സ് കഴിഞ്ഞ ആഴ്ചയിൽ റിസൾട്ട് ഡിക്ലെയർ ചെയ്തപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 36.4% ഉയർന്ന് 100.86 ക്രോഡ്സിൻ്റെ നെറ്റ് പ്രോഫിറ്റാണ് ഡിക്ലെയർ ചെയ്തത്. അതേസമയം റവന്യൂ 52.6% ഉയർന്ന് 1126.73 ക്രോഡ്സിലേക്കും വന്നിട്ടുണ്ട്. എന്തായാലും ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻഡിച്ചറും 54.6% ഇയർ ഓൺ ഇയർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് CCL പ്രോഡക്ട്സിൻ്റെ ചാർട്ടാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വലിയ റാലിയോടുകൂടി 1025 വന്നാണ് CCL പ്രോഡക്ട്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും CCL പ്രോഡക്ട്സും ഈ നല്ലൊരു റിസൾട്ടോടുകൂടി ഇനിയും നല്ല രീതിയിൽ പെർഫോം ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ റിസൾട്ട് വന്ന മറ്റൊരു കമ്പനിയാണ് അരവിന്ദ് ലിമിറ്റഡ് എന്നുള്ള കമ്പനി. ടെക്സ്റ്റൈൽ ആൻഡ് അപ്പാരൽ മേജറായിട്ടുള്ള അരവിന്ദിൻ്റെ കഴിഞ്ഞ ആഴ്ചയിൽ റിസൾട്ട് ഡിക്ലെയർ ചെയ്തപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 70% ഗ്രോത്താണ് കമ്പനി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് 106.7 ക്രോഡ്സാണ് കമ്പനി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. എന്തായാലും അരവിന്ദ് ഈ റിസൾട്ടിന്
റിസൾട്ടിന് ശേഷം, ഫ്രൈഡേയിൽ വന്ന റിസൾട്ടിന് ശേഷം അടുത്ത ആഴ്ചയിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. നമ്മളിപ്പോൾ കാണുന്ന അരവിന്ദിൻ്റെ ചാർട്ടാണ്. നമുക്ക് കാണാം കഴിഞ്ഞ ആഴ്ചയിൽ ഒരു അപ് ട്രെൻഡോട് കൂടി 328 വന്നാണ് അരവിന്ദ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അരവിന്ദും ഈ റിസൾട്ടോട് കൂടി വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പെർഫോം ചെയ്യുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും പുതിയ ഈ US-ൻ്റെ താരിഫ് റെസ്ട്രിക്ഷൻസ് വന്നതിന് ശേഷമൊന്നും അരവിന്ദിന് ക്ലയൻസ് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതൊക്കെ വളരെ നല്ലൊരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ് അരവിന്ദിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് നമുക്ക് അരവിന്ദ് നമ്മുടെ വാച്ച് ലിസ്റ്റ് കീപ്പ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ്. നമ്മളെല്ലാ വീഡിയോയിലും ഒരു ഹൈ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നമ്മൾ ഒരു 3-4 സ്റ്റോക്കുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ഇന്നത്തെ ആദ്യത്തെ സ്റ്റോക്കിലെ Angel One എന്നുള്ള സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് ക്യാപിറ്റൽ മാർക്കറ്റ്സ് എന്നുള്ള ഇൻഡസ്ട്രിയിൽ നിന്നുള്ള സ്റ്റോക്കാണ്. 2616 ലെവലിലാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് നടത്താവുന്ന ഒരു സ്റ്റോക്കാണ് Angel One എന്നുള്ള സ്റ്റോക്ക്. അതുപോലെ BSE കഴിഞ്ഞ ആഴ്ചയിലും വളരെ നല്ലൊരു മൂവ്മെൻറ്റോട് കൂടിയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റ്സിൽ നിന്നുള്ള ഈ സ്റ്റോക്ക് 2678 ലെവലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. BSEയും വളരെ നല്ല ഒരു അപ്വേർഡ് ലെവലിൽ മൂവ് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ളൊരു സ്റ്റോക്കാണ്. അടുത്തൊരു സ്റ്റോക്കാണ് ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനി, GE ഷിപ്പ് എന്നുള്ള ട്രേഡിംഗ് സിമ്പിളുള്ള ഈ സ്റ്റോക്ക്. ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഈ സ്റ്റോക്ക് കഴിഞ്ഞ ദിവസത്തിൽ ഒരു അപ്വേർഡ് മൂവ്മെൻറ്റോടുകൂടി 1085 ക്ലോസ് ചെയ്തിരിക്കുന്നത്. GE ഷിപ്പും നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ്. അതുപോലെ മറ്റു സ്റ്റോക്കാണ് റാഡിക്കോ ഗെയ്ത്താൻ എന്നുള്ള സ്റ്റോക്ക്. ബ്രീവറീസ് ആൻഡ് ഡിസ്റ്റിലറീസ് എന്നുള്ള ഇൻഡസ്ട്രി എന്നുള്ള ഈ സ്റ്റോക്ക് കഴിഞ്ഞ ദിവസത്തിൽ ഒരു അപ് ട്രെൻഡിൽ 3310 വരെയും മൂവ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോക്കും വരും ദിവസങ്ങളിൽ ഒരു അപ്പർ ബാൻഡ് ബ്രേക്ക് ചെയ്ത് ലെഫ്റ്റ് ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് മൂവ് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ളൊരു സ്റ്റോക്കാണ്. അതുപോലെ ഈ വീക്കിലെ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. 3M ഇന്ത്യ 20% ഉയർന്നും, CCL പ്രോഡക്ട്സ് 19% ഉയർന്നും, ഹിറ്റാച്ചി എനർജി 17% ഉയർന്നും, റെഡിങ്ടൺ 15% ഉയർന്നും, L&T ഫിനാൻസ് 12% ഉയർന്നും, സിറ്റി യൂണിയൻ ബാങ്ക് 11% ഉയർന്നും, ഇൻഡസ് ടവേഴ്സ് 10% ഉയർന്നും, വോഡാഫോൺ 10% ഉയർന്നും, ശ്രീറാം ഫിനാൻസ് 9% ഉയർന്നും, ന്യൂലാൻഡ് ലാബോറട്ടറീസ് 8% ഉയർന്നും, BSE 8% ഉയർന്നും, TBO ടെക് 7% ഉയർന്നും, ആസ്ട്രാൽ 7% ഉയർന്നും, ഇൻ്റർനാഷണൽ ജെമോളജിക്കൽ 6% ഉയർന്നും, ദാബർ 6% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ 4 ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡാറ്റ ചെക്ക് ചെയ്യുമ്പോൾ FIS 1632.7 ക്രോഡ്സിൻ്റെ സെല്ലേഴ്സ് ആയിരുന്നു. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 16,678 ക്രോഡ്സിൻ്റെ ബയേഴ്സും ആയിരുന്നു. അടുത്തതായി നമുക്കിനി നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ കഴിഞ്ഞ വീക്കിലെ ട്രേഡിംഗ് പാറ്റേൺ ആണ്. 31 ഒക്ടോബറിന് നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത് 25,722 3rd നവംബറിന് നിഫ്റ്റി 41 പോയിൻറ്റ്സ് ഉയർന്നും, 4th നവംബറിന് 165 പോയിൻറ്റ്സ് താഴ്ന്നും, 6th നവംബറിന് 87 പോയിൻറ്റ്സ് താഴ്ന്നും, 7th നവംബറിന് 17 പോയിൻറ്റ്സ് താഴ്ന്നുമാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. കഴിഞ്ഞ വീക്കിൽ 229 പോയിൻറ്റ്സിൻ്റെ ലോസോടുകൂടിയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. അതുപോലെ നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ട് കഴിഞ്ഞ നവംബർ മന്തിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 229 പോയിൻറ്റ്സിലാണ്. ഒക്ടോബർ മന്തിൽ 1111 പോയിൻറ്റ്സിൻ്റെ വളരെ ഫേം ആയിട്ടുള്ളൊരു ക്ലോസിന് ശേഷം നവംബർ മന്തിൽ ഇപ്പോൾ 229 പോയിൻറ്റ്സോടെ ലോസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടിൽ പ്രധാനപ്പെട്ട DMAs മാർക്ക് ചെയ്തിരിക്കുന്നതാണ്. 200 DMA വരുന്നത് 24,375 100 DMA വരുന്നത് 25,110 50 DMA വരുന്നത് 25,202 20 DMA വരുന്നത് 25,638 ഡെയിലി ചാർട്ടിൽ നമ്മൾ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ മാർക്ക് ചെയ്യുമ്പോൾ പിവറ്റ് പോയിൻ്റായിട്ട് വരുന്നത് 25,537 അതിന് മുകളിൽ റെസിസ്റ്റൻസുകൾ 25,757 26,022 26,242 26,975 27,847 എന്നീ ലെവൽസ് ആണെങ്കിൽ സപ്പോർട്ടുകൾ 25,272 25,053 24,788 23,979 എന്നീ ലെവൽസാണ്. അതുപോലെ നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്ക് ഒരു ട്രേഡിംഗ് റേഞ്ച് ഫിക്സ് ചെയ്യുമ്പോൾ അപ്പർ റേഞ്ച് 26,975 ലോവർ റേഞ്ച് 24,788 നമ്മുടെ പിവറ്റ് പോയിൻ്റായിട്ട് നിൽക്കുക 25,537 ആയിരിക്കും. നെക്സ്റ്റ് അടുത്ത വീക്കിലെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് റെഡിങ്ടൺ ആണ്.
റെഡിങ്ടൺ കഴിഞ്ഞ വീക്കിൽ ഒരു 292 ലെവലിലേക്ക് ഒരു ബ്രേക്കൗട്ടോട് കൂടിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ലെവലിന് മുകളിൽ റെഡിങ്ടൻ്റെ അടുത്തൊരു റെസിസ്റ്റൻസ് 325 ആയിരിക്കും. അതുപോലെ നമ്മുടെ ഈ വീക്കിലെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് രാമ ഫോസ്ഫേറ്റ്സ് ആണ്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ വീക്കിൽ ഒരു വളരെ നല്ലൊരു ബ്രേക്കൗട്ടോടുകൂടി ക്ലോസ് ചെയ്തിരിക്കുന്നത് 207 ലെവലിലാണ്. ഈ ലെവലിന് മുകളിലേക്ക് രാമ ഫോസ്ഫേറ്റ്സിന് മൂവ് ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു റെസിസ്റ്റൻസ് 230 ആണ്. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്ക് രാമ ഫോസ്ഫേറ്റ്സ് ആണ്. അതുപോലെ നമ്മുടെ ഇന്നത്തെ സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്കൗട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ ഈ സ്റ്റോക്കുകൾ ചെന്നൈ പെട്രോ, CCL പ്രോഡക്ട്സ്, സുസ്ലോൺ എനർജി, ബെൽ, അതുപോലെ ഷിപ്പിംഗ് കോർപ്പറേഷൻ എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ്വേർഡ് ട്രെൻഡിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകളായതുകൊണ്ട് നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിന്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.